ഇന്ന് ഈ കമ്പ്യൂട്ടറിൻ്റെ പഴയ SMPS ബോർഡ് വെച്ചിട്ട് അതിൻ്റെ ക്യാബിൻ വെച്ചിട്ട് അതിനകത്തുള്ള അഴിച്ച് കളഞ്ഞിട്ട് അതിനകത്തേക്ക് 2 ട്രാൻസ്ഫോമർ വെച്ച് നമ്മൾ വേറെ 2 പവർ സപ്ലൈ ഉണ്ടാക്കുന്നതിനുള്ള കരിയറായിട്ട് വെക്കുന്നതിന് വേണ്ടി ബോക്സിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചെടുക്കാൻ പോകണം. അപ്പോൾ പഴയ SMPSൻ്റെ ബോർഡ് കേടായിപ്പോയതാണ്. അതങ്ങ് അഴിച്ചു മാറ്റാം. ഇതെല്ലാം അഴിച്ചു മാറ്റി ഇത് നമുക്ക് ഇതിന് ചെറിയ ചില സാധനങ്ങളൊക്കെ നമുക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് നന്നാക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇതിന് വലുതൊക്കെ വലിച്ചു വെച്ചെടുക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതെടുത്ത് മാറ്റി വെക്കാം. എങ്ങനെയാണത് കട്ട് ചെയ്ത് അഴിച്ച് മാറ്റി വെക്കാൻ പോവുകയാണ്. പിന്നെ ആവശ്യകതയനുസരിച്ച് പിന്നീട് അതിനുള്ള കപ്പാസിറ്റർ റെസിസ്റ്റൻസോ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യകതയനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് റീസോൾവ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ക്യാബിൻ മതി. ഒരു ക്യാബിൻ എടുത്തിട്ടുണ്ട് നമ്മൾ. അതിനകത്തേക്ക് നമ്മളൊരു പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മളത് അതിനകത്ത് VU മീറ്റർ LED VU മീറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പവർ സപ്ലൈ വേണം. അതുകൂടാണ്ട് തന്നെ ഫിൽറ്റർ വൂഫറിൻ്റെ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുള്ള ഒരു ഡ്യുവൽ പവർ സപ്ലൈ വേണം. അങ്ങനെ 2 പവർ സപ്ലൈക്കും കൂടെ കൂടിയിട്ട് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് വെച്ച് ഫിറ്റ് ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ അതിൻ്റെ അളവനുസരിച്ച് അതിൻ്റെ ഹോളുകൾ അതിൻ്റെ അളവനുസരിച്ച് അതിനകത്ത് ഫിറ്റ് ചെയ്ത് മുറുക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഹോളുകളൊക്കെ നമ്മൾ ഡ്രില്ല് വെച്ച് നമ്മൾ തുളച്ച് എല്ലാം റെഡിയാകണം. കാരണം ചെരിച്ചാലും മറിച്ചാലും ഒന്നും താഴെച്ചാടി പോകാനിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് സ്ക്രൂ ചെയ്ത് നട്ട് ബോൾട്ട് ഇട്ടിട്ട് സ്ക്രൂ ചെയ്ത് നമ്മൾ അവിടെ ഭദ്രമായിട്ട് നമുക്ക് ഉറപ്പിച്ച് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രൂ ഒക്കെ ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് വേണ്ടി കൊടുത്തിരുന്നതിൻ്റെ പവർ സപ്ലൈയുടെ കോഡ് തന്നെയാണ് നമ്മളിതിന് ഇട്ടിക്കാൻ മാറ്റമൊന്നും വരുന്നില്ല. അത് കുത്തി നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനുള്ള കണക്ഷൻസ് ഉണ്ട്, അതിൻ്റെ കോഡുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് വയറുകളൊക്കെ പിടിപ്പിക്കാം ബോർഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ 2 ചെറിയ ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് 2 വയർ സോൾഡർ ചെയ്തിട്ട് നമ്മൾ ആ വയർ എടുക്കുന്നു. ആ 2 വയർ എടുത്തിട്ട് നമ്മൾ 2 ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലേക്ക് നമ്മളത് കൊടുക്കുന്നു. അങ്ങനെ എളുപ്പകരമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ പണി ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫാനിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫാൻ നേരത്തെ തന്നെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ച് മാറ്റിയേക്കുവാണ്. അപ്പോൾ കണ്ടമാനം ഹീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫാൻ കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. ഇപ്പോൾ വലിയധികം ഹീറ്റ് ആകാത്തതുകൊണ്ട് നമ്മൾ ഫാനൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഫാൻ നമ്മൾ അഴിച്ച് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ 2 പവർ സപ്ലൈ ട്രാൻസ്ഫോമർ നമ്മൾ അതിനകത്ത് വെച്ചിട്ട് മുറുക്കുവാണ്. പുറകെ നിന്ന് മുറുക്കി കൊടുക്കുകയാണ്. ശരിക്കും ടൈറ്റ് ചെയ്ത് മുറുക്കി കൊടുക്കുകയാണ്. ഒരു കാരണവശാലും ചെരിഞ്ഞ് മറിഞ്ഞ് ചാടരുത്. നമ്മൾ അങ്ങനെ മറിഞ്ഞൊക്കെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഡാമേജ് ഒക്കെ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പോകുന്നത്. അങ്ങനെ 2 ട്രാൻസ്ഫോമറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഡ്യുവൽ പവർ സപ്ലൈക്ക്, ഒന്ന് സിംഗിൾ പവർ സപ്ലൈക്ക് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ എളുപ്പമാണ്. കാരണം വെച്ചാൽ പ്രൈമറി 2 ചെറിയ ട്രാൻസ്ഫോമറിൻ്റെ കൂടെ പ്രൈമറി AC എന്ന് വരുന്ന കറണ്ട് 2ൻ്റെയും കൂടെ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 2ലേക്ക് നമ്മൾ നമ്മുടെ ഓഡിയോ സിസ്റ്റം പ്രവർത്തിക്കുന്ന സമയത്ത് 2ലേക്ക് ഒരേ സമയം തന്നെ കറണ്ട് പോകേണ്ടതായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പഴയ കമ്പ്യൂട്ടറിൻ്റെ ഇതുപോലെയുള്ള SMPSൻ്റെ ബോർഡ് കളയേണ്ട കാര്യമില്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബോക്സ് നമ്മൾ കളയേണ്ട കാര്യമില്ല. അതിൻ്റെ ബോക്സ് അഴിച്ചെടുത്തിട്ട് ഇതുപോലെ നമുക്കൊരു പവർ സപ്ലൈനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കവറിങ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് കാണിച്ച വീഡിയോയിൽ തന്നെ ഇതിൻ്റെ പവർ സപ്ലൈയുടെ സർക്യൂട്ട് നമ്മൾ എല്ലാം റെഡിയാക്കി നേരത്തെ വെച്ചിട്ടുണ്ട്. എല്ലാം പുറത്താണ് നമ്മൾ റെഡിയാക്കി വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 2ൻ്റെയും കൂടെ നമ്മൾ പവർ സപ്ലൈയുടെ ഫിൽറ്ററുകളൊക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മൾ പിടിപ്പിക്കുകയാണത്. അതിനകത്ത് തന്നെ വയറുമായിട്ട് അത് കണക്ട് ചെയ്ത് സെക്കൻഡറി കോയിലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം അതൊക്കെ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ ഇൻസുലേഷനൊക്കെ ചെയ്യണം. കൂട്ടിമുട്ടിയാൽ തീ പിടിക്കും, അല്ലെങ്കിൽ ഡാമേജ് ആയിപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കറക്റ്റായിട്ട് നോക്കി അതിൻ്റെ ആ ട്രാൻസ്ഫോമറായിട്ട് സെലക്ട് ചെയ്തിട്ട് ഏതിനാണ് ഡ്യുവൽ പവർ സപ്ലൈ വേണ്ടത്, ഏതിനാണ് സിംഗിൾ പവർ സപ്ലൈ വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ 12 വോൾട്ട് DC കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പവർ സപ്ലൈ ഉണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൗണ്ടിനനുസരിച്ച് ലൈറ്റ് തെളിയുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് മീറ്റർ അല്ലെങ്കിൽ സൗണ്ട് മീറ്ററിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളൊരു ട്രാൻസ്ഫോമറും അതിൻ്റെ സർക്യൂട്ടും ഒക്കെ വെച്ചിരിക്കുന്നത്. മറ്റൊരെണ്ണം ഉള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിൽറ്ററിന് വേണ്ടിയിട്ട് സബ് വൂഫറിൻ്റെ ഫിൽറ്ററിന് വേണ്ടിയിട്ടുള്ള
പവർ സപ്ലൈയും കൂടെയാണ് ഇതിനകത്ത്. അത് നമുക്ക് ആ 12 വോൾട്ട് DC-യിലാണ് സബ് വൂഫർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതിലേക്ക് നമ്മൾ 18 അതായത് 18 വോൾട്ട് പോസിറ്റീവ്, 18 വോൾട്ട് നെഗറ്റീവ്, പിന്നെ ഗ്രൗണ്ട്, അങ്ങനെയുള്ള പവർ സപ്ലൈ ആണ് വേണ്ടത്. ആ പവർ സപ്ലൈ ആണ് സബ് വൂഫറിന് നല്ല പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പവർ സപ്ലൈ ആണ്. അതിൻ്റെയും പവർ സപ്ലൈ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭദ്രമായിട്ട് തന്നെ കമ്പനിക്കാർ മുറുക്കിയിരിക്കുന്ന പോലെ തന്നെ നമ്മൾ മുറുക്കി അതിൻ്റെ വയറൊക്കെ ആണല്ലോ നമ്മളൊരു സോക്കറ്റ് അല്ലാതെ തന്നെ വയർ നേരിട്ട് തന്നെയാണ് നമ്മളതിൻ്റെ കൊടുക്കുന്നത്. അപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് കൊടുക്കുന്നതിൻ്റെ ബാക്കിയുള്ള കണക്ഷനും കാര്യങ്ങളൊന്നും അത് ചെയ്യാൻ സ്ഥലമില്ലാത്തതൊന്നും പിടിപ്പിക്കാതെ ബുദ്ധിമുട്ടായിട്ട് കൊടുക്കുന്നില്ല. എങ്ങനെയാണെങ്കിലും നമ്മൾ ഇതാണ് ഇവിടെ വെച്ചിട്ട് നമ്മളിതിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സബ് വൂഫറിൻ്റെ ഫിൽറ്ററിന് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് കൊടുക്കുന്നത്. അത് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലുള്ള വയർ തന്നെ പുറത്തോട്ട് ഔട്ട്പുട്ട് വയർ കണ്ട് ഇൻപുട്ട് വയറിലേക്ക് നമ്മൾ ശരിക്കും അത് നമ്മൾ ഇൻസ്റ്റലേഷൻ ചുറ്റി നമ്മൾ കൊടുക്കുക. ഒരു കാരണവശാലും വയറ് മാറിപ്പോകരുത്, അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ വർക്കൗട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറത്തേക്കുള്ള വയറിട്ടുണ്ട്, ഇതാണ് സംഭവം പ്രവർത്തിക്കുന്നത്. അത് കൂടാണ്ട് ഇതാണ് നമ്മൾ ഇതിൻ്റെ ഓഡിയോ ലെവല് ഇൻഡിക്കേറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിനുള്ള പവർ സപ്ലൈ 12 വോൾട്ട് പവർ സപ്ലൈ ആണ്. അതിന് 1 ആംപിയറിൻ്റെ നമ്മൾ കൊടുക്കും ലൈറ്റ് റേഞ്ചിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ 4 ചാനലിന് കണക്ട് ചെയ്തിരിക്കുന്നതാണ് തെളിയുന്നതായിട്ടാണ്. കൂടാണ്ടുള്ള ഇതാണ് സബ് വൂഫറിന് വേണ്ടിയിട്ടുള്ള സബ് വൂഫർ താഴെയായിരിക്കുന്നത്. അപ്പോൾ സബ് വൂഫറിന് വേണ്ടിയിട്ടുള്ള ഫിൽറ്ററിനുള്ള വോൾട്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞ 18 വോൾട്ട് സപ്ലൈയും കൂടെയാണ് നമ്മളതിനകത്ത് 1 ആംപിയറിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പഴയ ഇതുപോലുള്ള ബോർഡുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പഴയ ഇതുപോലെ ബോക്സുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് വെക്കാതെ തന്നെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പഴയ സാധനം കളയേണ്ട കാര്യമില്ല. ഇതാണ് നമ്മൾ മോഡിഫൈ ചെയ്ത പവർ സപ്ലൈ. ഈ വീഡിയോ കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യട്ടോ.